നല്ലപോലെ ടയർഡായി. അപ്പോൾ അതേ നമ്മൾ വരുന്ന വഴിക്ക് സിക്കിമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഡാർജിലിംഗ് എടുക്കാറായി. വന്ന വഴിക്ക് ഞാൻ ഒരു KL7 വണ്ടി ഉണ്ട്, നമ്മുടെ എറണാകുളം ജില്ലയുടെ സ്വന്തം KL7 വണ്ടി കണ്ടപ്പോൾ ഞാൻ ചവിട്ടി നിർത്തിയാണ്. കണ്ടുകഴിഞ്ഞപ്പോൾ സാറിനൊക്കെ കണ്ടു. ഹായ് സാർ, നമസ്കാരം. ഹായ്, നമസ്കാരം. അപ്പോൾ കഴിച്ച് നമ്മളിത് രാവിലെ ജയ്ഗോണിൽ നിന്ന് ഇറങ്ങുവാണ്. നേരെ സിക്കിമാണ്. ഇവർ കൽക്കട്ടയ്ക്ക് പോവും. അപ്പോൾ നമ്മൾ ഇവരെ പിരിയുകയാണ് എന്ന് നമ്മുടെ പ്രവീണേട്ടനും എല്ലാവരും നമ്മൾ വിട്ടു പോവുകയാണ്. 17,000 രൂപ കൊണ്ട് ഭൂട്ടാനിൽ പൊട്ടിച്ചാണ് ഒരാളുടെ വിലാപമാണ് കേട്ടത്. ഓക്കെ, അപ്പോൾ കണ്ടതിലും സഹകരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. നാട്ടിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വരിക, പൈസയൊക്കെ ആയിട്ട് വരിക, ഭൂട്ടാൻ പൈസ ആയിട്ട് വരിക. രാമേട്ടൻ, അപ്പോൾ ഇന്നത്തോടുകൂടി രാമേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിയുകയാണ്. അപ്പോൾ ഇത്ര നാളും കൂടെ വന്നതിലും ഒരു ചേട്ടനായിട്ട് കൂടെ വന്നതിലൊക്കെ വളരെ സന്തോഷം. 2 അവന്മാരോടുണ്ട്. ഞാൻ വെക്കണം അല്ല സുജിൻ. ആളെത്ര ദിവസം നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആളിനി മറ്റേ ഗാങ്ടോക്ക് സിക്കിം പോയി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നാട്ടിലോട്ട് തിരിക്കുകയാണ്. കരയിപ്പിക്കരുത്. ഇല്ല, വീണ്ടും കാണും, കണ്ടുമുട്ടിയിരിക്കും. നമ്മുടെ വിഷ്ണു ബ്രോ അടുത്ത റൈഡിങ് എന്തായാലും കാണുന്നതായിരിക്കും. വരണം എന്തായാലും, തീർച്ചയായിട്ടും. നമ്മുടെ ആശാനെന്ത് ആശാനുണ്ട്. എല്ലാവരും വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇവർ നേരെ തിരിച്ചു പോകുന്നു. നമുക്ക് സിക്കിമും ഉണ്ട്, നേപ്പാളോട് കയറിയാണ് നമ്മുടെ പരിപാടികളെല്ലാം തീരും. അങ്ങനെ കുറേ ദിവസം റൈഡും കാര്യങ്ങളെല്ലാം വീണ്ടും തിരിച്ച് ഇന്ത്യയിലെത്തി. 2 ദിവസം റൈഡില്ലായിരുന്നു. അപ്പോൾ അതേ നമ്മൾ സിലിഗുരിയും പോട്ടെ ഡാർജിലിംഗ് പോയിക്കണം. ഡാർജിലിംഗ് സിക്കിമിലോട്ട് പോകാൻ വേണ്ടിയാണ്. പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ കണ്ടു. വെസ്റ്റ് ബംഗാളിലെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. അപ്പോൾ അവരോട് നിർത്തിയേക്കാണ്. ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഹായ്, യുവർ നെയിം? Hello. Your name? ചോയ്ത്തി. My name is Choiti. Sharni. Orko. My name is Jyotika Roy. My name is Injamul Haq. Okay. I'm Dakshina Roy. I'm Islam. Okay. You are college mates. Yes. All are college mates. Okay. Which college you are studying? Dinada College. Okay. This is. Kodiyar district. Okay. Which subject? I mean. All about English only. English. BA English. BMA. MA. Okay. Sorry. Okay. I also BA English Literature. It's a one kind of reunion. Yeah, correct. Okay, nice to meet you guys. Thank you. Okay. Thank you. Yeah. Let's have a selfie. Yeah, of course.
അപ്പോൾ അതേ നമ്മൾ വീണ്ടും മലയാളം കണ്ടുപിട്ടിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ. ഹായ് ബ്രോ, പേര് പറയും? ശബരിനാഥ്, തിരുവനന്തപുരം. ഇവിടെ വർക്ക് ചെയ്യാണ്. എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഞാൻ ഒരു വർഷമായി. ഓക്കെ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളൊക്കെ പോയോ? ഇവിടെ ഏകദേശം. ഭൂട്ടാനൊക്കെ കയറിയോ? ഭൂട്ടാനിൽ പോകണം. ആ ഓക്കെ. ഞാൻ ഭൂട്ടാൻ പോയായിരുന്നു. ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ കണ്ടൊരു സന്തോഷം ബ്രോ. ഓക്കെ, നൈസ്. ഹിസ് ഫ്രണ്ട്. Yeah, you are from West Bengal only? No, I am from Punjab. Punjab? Yeah, okay. Your name? My name is Jitendra. Jitendra Singh. Yes. Okay. You also colleague? Yes. Okay, good. We are room partner. Room partner. Okay, nice to meet you. Same to you too. Yeah. Happy journey. Okay, thank you. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് സിക്കിമിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഡാർജിലിംഗ് എടുക്കാറായി. വന്ന വഴിക്ക് ഞാൻ ഒരു KL7 വണ്ടി കണ്ടു. നമ്മുടെ എറണാകുളം ജില്ലയുടെ സ്വന്തം KL7 വണ്ടി കണ്ടപ്പോൾ ഞാൻ ചവിട്ടി നിർത്തിയാണ്. കണ്ടുകഴിഞ്ഞപ്പോൾ സാറിനൊക്കെ കണ്ടു. ഹായ് സാർ, നമസ്കാരം. ഹായ്, നമസ്കാരം. ഓക്കെ, സാറിൻ്റെ പേര്? തോമസ്. സാർ ഇവിടെയാണ് ചെയ്യുന്നത്? ഞാനിവിടെ കരിമ്പെങ്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. സാറിൻ്റെ വൈഫ് മാഡത്തിൻ്റെ പേരെന്താ മാഡം? മഞ്ജു. നാട്? കോട്ടയം. ഓക്കെ. രണ്ടുപേരും മക്കള്. ഓക്കെ. പേര്? ജ്യോതിഷ്. ഓക്കെ, എന്ത് ചെയ്യണേ? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യും. ഓക്കെ, മാസ്റ്റേഴ്സ്. ഓക്കെ. ഗുഡ്. ഞാൻ എഞ്ചിനീയറാണ്. എഞ്ചിനീയർ. ഓക്കെ. ഇവിടെ ഓൺലൈനാണ്. ഓക്കെ. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ മലയാളികളെ ഇവിടെ വെച്ച് കണ്ടതിലാണ്. വണ്ടി കണ്ടു പെട്ടെന്ന് നല്ല വണ്ടി വെച്ച്. അപ്പോൾ ഒത്തിരി സന്തോഷം. ആയിക്കോട്ടെ, താങ്ക് യു. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ കണ്ടിട്ടും കയറിയ വഴിക്ക് ഇവിടെ ഫുള്ള് കയറ്റാട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റാണ്. ഫസ്റ്റിൽ ഇട്ട് തന്നെ വരുന്നത്. ഇതിന് ടാർ ചെയ്തേക്കണ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ കല്ലും പിടിച്ചിട്ട് വെക്കണം. അത് ഓരോ കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്തേക്കണം എന്ന് പറയുമ്പോൾ. ഇതാണ് സ്ഥലം. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വ്യൂ പോയിൻ്റ് ഒന്ന് കയറി നോക്കാം. ഫാസ്റ്റ് ലോവേഴ്സ് മീറ്റ് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എന്തായാലും പോയി നോക്കാം എന്താണ് സ്ഥലം സംഭവം. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അമ്പു പൊളി സ്ഥലം. അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട്. എൻ്റെ മോനെ സംഭവം കൊള്ളാം. അടിപൊളി സ്ഥലം. ഡാർജിലിംഗ്. ഇതാണ് ടെൻറ്റ് ക്യാമ്പ്. ഓക്കെ, ഒരാളെന്നോട് പറഞ്ഞു ടെൻറ്റ് ക്യാമ്പ് ഉണ്ടെന്ന് അവിടെ. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ പൊളിച്ചോണ്ട് അതൊക്കെ അവിടെ ടെൻറ്റ് ക്യാമ്പിൽ എടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മളുള്ളത് ഒരു വാർ മെമ്മോറിയൽ റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ ഇതിലൂടെ വരും. ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഡാർജിലിംഗ് അത് വെച്ചാൽ പറയുമെന്ന് തോന്നുന്നു. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമേ. എന്നാലും നമുക്ക് താഴെ ഒന്ന് പോകാം. ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, ഐ ലവ് ഡാർജിലിംഗ്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോയേക്കാം. ഓക്കെ, നല്ല തണുപ്പാട്ടോ, രക്ഷയില്ല. ഡാർജിലിംഗ് സിറ്റി എന്തായാലും താഴെ കാണണേ. നമുക്കൊരു 2-3 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ ഡാർജിലിംഗ് സിറ്റിയിലോട്ട് എത്തും. ട്രെയിൻ വന്നാൽ അത് കാണുന്നുണ്ടോ? താഴെ കാണുന്ന ഡാർജിലിംഗ് സിറ്റി. I love Darjeeling.
അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഇതിൻ്റെ ട്രെയിനൊക്കെ തിരിക്കുന്ന സ്ഥലമാണ്. ഇത് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇത് കാണുന്നു ട്രെയിൻ. ട്രെയിനുണ്ട്. നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണെങ്കിലും വന്ന് പിടിക്കുമെന്ന് അറിയത്തില്ല. ഒരു ട്രെയിൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അവിടെ സെറ്റാകുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എടുക്കുവാണെങ്കിൽ എന്തായാലും വീഡിയോ എടുത്താൽ ഞാൻ പോകുള്ളൂ. സെറ്റല്ലേ നോക്കി. നമ്മുടെ ചെക്കൻ തന്നെ ട്രെയിനിൻ്റെ അടുത്ത് പൊളിച്ചു പോണേ, പൊളിച്ച്. എന്തായാലും ട്രെയിൻ വരണം നോക്കിക്കാം. ടോയ് ട്രെയിൻ വന്നിട്ട് നമ്മൾ എന്തായാലും പോകുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഡാർജിലിംഗ് എത്തിയപ്പോൾ വീണ്ടും മലയാളീസിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ബ്രോ പേര് പ്രണവ്. നാട്ടില് മലപ്പുറം. ഓക്കെ. ഗോപിക മലപ്പുറം തന്നെ. കണ്ണൂർ. ഓക്കെ. നബാൻ കോഴിക്കോട്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡാർജിലിംഗിലെ അനുഭവങ്ങളൊക്കെ? അടിപൊളി, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഡാർജിലിംഗ് മെയിനായിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള മറ്റേ ടോയ് ട്രെയിനുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതെ, വായത്തിൽ കണ്ടാണ് ഇവരെ. ഇനി നിങ്ങൾ എന്താ നെക്സ്റ്റ് പ്ലാൻ? സിലിഗുരി. ഓക്കെ, സിലിഗുരി പോകുന്നു. ഓക്കെ, ഡൽഹി കഴിഞ്ഞ പരിപാടി. അപ്പോൾ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നിൽക്കുന്നത് 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഓൺ ദി വേ ആണ്. നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടതാ, ഒരു ലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്ത് നേരെ പോന്നിരിക്കുകയാണ്. സമയം 10-11 മണിയായി. നമുക്കിനി എന്തായാലും ലേക്ക് പോകാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ലാച്ചുവിൽ സ്റ്റേ അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൺ ദി വേ ആണത്. ഇതാണ് സ്ഥലം. ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ മാഗിയും മോമോസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. വെള്ളച്ചാട്ടം വെള്ളം കുറവാണ് കണ്ടോ, അല്ലെങ്കിൽ നല്ല വെള്ളം ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഇതാണ് 7. അവിടെ വരെ എവിടെ വരെ പോകുന്നറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ ബുദ്ധൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ താഴത്തെ പറയുമ്പോൾ നമ്മൾ അധികം ഇറങ്ങി പോകുന്നുണ്ട്. വേറെ സ്ഥലമില്ല, പോയി കാണാൻ വരിക. അത്രയുള്ളൂ. നമുക്ക് അപ്പുറത്തോടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ എനിക്കിവിടെ അതിൻ്റെ നല്ലൊരു വിഷൻ കിട്ടുമായിരിക്കും. അതിൽ പോകണം, സമയമില്ല. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. അങ്ങോട്ട് ഓടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ ഗ്ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടി ഓടിക്കാനുള്ള ഗ്ലൗ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് ഗ്ലൗ മേടിച്ചിടേണ്ടി വരും. എന്നാലും കുറച്ച് ദൂരം കൂടെ ഓടിച്ചിട്ടാ. ഇവിടേക്ക് മേളിലോട്ട് കയറിയപ്പോഴത്തേനും പൈസ കൂടി തുടങ്ങി. ഇരുമ്പ് പാലൊക്കെ ഉണ്ട് പഴയ കാലം. ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു.
സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇതങ്ങനെ കട്ടായിട്ട് വെള്ളം വരുന്നതായിട്ട് ഈ സ്ഥലം സിസ്റ്റേഴ്സ് പറയുന്ന സംഭവം. മേലെ 7 കട്ടായിട്ടൊക്കെ വരുന്നത്. 1-2 നമുക്ക് കാണാൻ വരുന്നുണ്ട്. ആൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സമയത്തൊക്കെയാണ്. അപ്പൊ അതേ നമ്മൾ വീണ്ടും മലയാളം കണ്ടുപിടിച്ചാണ്. അത് കൊച്ചിക്കാരൻ. ഓക്കെ, ബ്രോയുടെ പേര് കൊച്ചിയിലാണ് സ്ഥലം അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എത്ര നാളായി? നേറ്റീവ് തലശ്ശേരി. തലശ്ശേരി. ഓക്കെ, അപ്പൊ എന്നാ ഇറങ്ങി? ഇറങ്ങിയിട്ട് 4-5 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, എവിടെയൊക്കെ പോയി? ബാഗ്ഡോഗ്ര, സിക്കിം. ഓക്കെ, ഐ മീൻ ഗാങ്ടോക്ക്, നാത്തുല. നദിലെ പോയി? നാത്തുല ഇന്നലെ പോയി. അല്ല, എന്ന് പോയി. എങ്ങനെയുണ്ടോ? കിട്ടിയില്ല ഇവിടെ നോർത്ത് സിക്കിമിലേക്ക്. അതുകൊണ്ട് ഇന്നലെ ഒരു മഞ്ഞുണ്ടായിരുന്നു അവിടെ? അങ്ങനെ ഇല്ല. ഓക്കെ, മേലോട്ട് കയറുമ്പോൾ നമുക്ക് 0 പോയിന്റ് ഒക്കെ മഞ്ഞുണ്ടാവും. കിട്ടും. ഓക്കെ, അപ്പോൾ പുള്ളി ഇതേ റെന്റിന് വണ്ടിയൊക്കെ എടുത്തിട്ടാണ് സെറ്റ്. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ നോർത്ത് സിക്കിം? നോർത്ത് സിക്കിം 3 ദിവസം. ഇപ്പൊ നേരെ ഇന്നെന്തായാലും സ്റ്റേ ലാച്ചെ. ഇന്ന് സ്റ്റേ, നാളെ സ്റ്റേ. നാളെ എങ്ങോട്ടാ? ലാച്ചൻ അല്ല, മറ്റേ ലേക്ക് പോകണല്ലേ നാളെ? നിങ്ങളുണ്ടോ? ആ, ഞങ്ങളുണ്ട്. ഒരുമിച്ച് പോയേക്കാം. അപ്പൊ എന്തായാലും കണ്ടത് സന്തോഷം. വീഡിയോയിൽ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ സിക്കിം ടെനാലിൻ്റെ അടുത്താണ്. ഓക്കെ, നോർത്ത് സിക്കിം. റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇതിനേക്കാളും കഷ്ടമാണ്. കുറച്ച് മാത്രം നല്ല റോഡും കിട്ടും, ബാക്കിയെല്ലാം ഇതുപോലെ. ഇപ്പോൾ അവിടെ മുകളിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അവർ. ആണോ ഇത്? ഉണ്ടോ അന്നി? ഇനി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ട്, കല്ലെല്ലാം വന്ന് താഴെ കിടക്കുക. മുകളിൽ പണി നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. എന്തായാലും വണ്ടിയെല്ലാം ബ്ലോക്കാണ് ഇവിടെ. എല്ലാ ആൾക്കാരും അങ്ങ് നിൽക്കുക. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ്, ഫുള്ള് ബ്ലോക്ക്. നോക്കി, ഇത് മേളിൽ അവിടെ റോഡുണ്ട് കേട്ടോ. അവിടെ കല്ല് വീണ് മൊത്തം മല പൊട്ടിയിട്ടാണ് അതേ താഴോട്ട് വന്നിരിക്കുന്നത്.
അവിടെ ഇതുപോലെ അവർ റെഡിയാക്കണതാണ് ഈ കാണുന്ന ഈ താഴെ വന്ന് കിടക്കുന്നത്, ഇവിടെ എല്ലാം കിടക്കണേ. അത് മൊത്തം റോഡ് ബ്ലോക്കായി. ഇനിയിപ്പോൾ താഴെ ഇതുപോലെ തന്നെ JCB വന്നിട്ട് വേണം. ഇവിടെ വന്നത് എന്തി ആ ഞാൻ അവിടെ നിന്നെ കണ്ടില്ല. കൂടെ വന്നതേ മലയാളി ഉള്ളിൽ കൂടിയുണ്ട് എല്ലാം. ഇനിയിപ്പോൾ അടുത്ത JCB വന്നിട്ട് വേണം. ആ JCB തന്നെ വന്നം തോന്നുന്നു ഇവിടെ റെഡിയാക്കാൻ അല്ലേ. അവൻ തന്നെ താഴെ ഇറങ്ങി വരേണ്ടി വരും തോന്നുന്നു. താഴെ പുഴയൊക്കെ ഉണ്ട്. എൻ്റെ മോന് റോഡ് മൊത്തം ബ്ലോക്ക്. ഇനി എപ്പോൾ പോവോ? എൻ്റെ മോനെ രാവിലത്തെ വ്യൂ ആണേ, ഒരു രക്ഷയില്ല. മേളിലോട്ടൊക്കെ മേളിൽ ഇതൊക്കെ കാണാം, മഞ്ഞൊക്കെ ഉണ്ട്. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അവിടെയൊക്കെ ആ വെള്ളം, കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, ഫ്രീസാണ് പകുതി. കയ്യിൽ 5 ഗ്ലൗ ഇട്ടിട്ടും തണുപ്പ് മാറുന്നില്ല. വണ്ടിയാണെങ്കിൽ പയ്യെ പോകുന്നുള്ളൂ. എൻ്റെ റോഡാണെങ്കിൽ ഭയങ്കര മോശം. ഇനി അങ്ങോട്ട് കയറാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാനിവിടെ കുറേ നേരം കിടന്നു. അപ്പോൾ ടാക്സിക്കാരൻ വന്നിട്ട് പാവം ആ സ്നേഹത്തോടെ എനിക്കിത് ഞാൻ കിടക്കാൻ കണ്ടിട്ട് എനിക്ക് ഓക്സിജനൊക്കെ തന്നിട്ട് പോയി. ഓക്സിജൻ വലിച്ചപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. മടുത്തു, ഞാൻ നിർത്തുവാണ് പരിപാടി. മേളിലോട്ട് നോക്കി, എല്ലാം അടിപൊളിയൊക്കെ തന്നെ, സംഭവം അടിപൊളി. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നം നല്ല പണി കിട്ടുന്നുണ്ട്. ഒട്ടും വയ്യ, മടുത്തു. ഇനിയും 40-50 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. ഞാൻ റൂമിലോട്ട് പോയിട്ട് നേരെ ഇറങ്ങുക. പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ടയേർഡായി. ഉള്ള നേരത്തെ വീട് പിടിക്കാൻ പോയി ഞങ്ങൾ മടുത്ത് ഞാൻ. പക്ഷെ എന്താണ് മനസ്സ് പറയണം, മടുപ്പാണ്. നോക്കി അതുപോലെ ടയറായി. അത് തിരിച്ചിറങ്ങാൻ പോവാ. ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, തിരിച്ചിറങ്ങണം. ഉള്ള നേരത്തെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല ഇവിടെ. ഗൈസ്, സിക്കിം റൈഡ് അവസാനിപ്പിക്കുകയാണ്. മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഭയങ്കര ടയർഡായി. രണ്ടാമത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്, ഒട്ടും പറ്റിയില്ല. വെള്ളോട്ടൊക്കെ നോക്കിയാൽ കാണാം, ആ വെള്ളം എല്ലാം ഐസാണ്, ഫ്രീസാണ്. പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒട്ടും പറ്റിയില്ലാത്ത സ്ഥിതിയിൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. വേറൊരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് താഴത്തോട്ട് എത്താൻ ഒരു കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ ആ നിൽക്കുന്ന ആ സ്ഥലത്തിന് മുന്നേ വരെ ഞാൻ കുറച്ചൊരു ടീ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് കുറേ നേരം വിശ്രമിച്ച് നോക്കി. തണുപ്പ്, മറ്റേ ചൂട്, തീ കായുന്നിടത്ത് ഇരുന്ന് നോക്കി. വൊമിറ്റ് ചെയ്തിട്ടും പിന്നെ നമ്മൾ ഈ ഉയരം കൂടുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. അത് ആൾട്ടിറ്റ്യൂഡിൻ്റെ വിഷയമായിരുന്നു. നമുക്ക് അത്രയും ഒരു ആൾട്ടിറ്റ്യൂഡിൻ്റെ വിഷയം അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാബ്ലറ്റോ അതുപോലത്തെ കാര്യങ്ങളൊന്നും എടുത്തിരുന്നില്ല. ഒട്ടും പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ ഞാൻ അവിടെ കുറേ നേരം കിടന്നതിന് ശേഷം അതുപോലെ ഒരു ടാക്സിക്കാരൻ വന്ന് നമുക്ക് സാധനം തന്നിട്ട് പോയി, ഓക്സിജൻ തന്നിട്ട് പോയി. എന്നിട്ടും അവിടെ നിന്ന് പറ്റത്തില്ല. പിന്നെയും കുറേ നേരം കിടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, കടന്നു കഴിഞ്ഞാൽ അത് ഉയരം കൂടിയ സ്ഥലമാണല്ലോ, കടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ. പിന്നെ അത് ആൾട്ടിറ്റ്യൂഡിന് വീണ്ടും വിഷയം ഉണ്ടാവും, തണുപ്പ് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പ്രശ്നം ആകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു വിധത്തിൽ ബൈക്ക് എടുത്തിട്ട് വീണ്ടും താഴോട്ട് വരണം. താഴോട്ട് വന്നപ്പോൾ തന്നെ ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. മിലിറ്ററി ക്യാമ്പിൻ്റെ അവിടെ ജസ്റ്റ് ഞാൻ വണ്ടി നിർത്തിയപ്പോഴത്തേനും എൻ്റെ ഈ വണ്ടിയിലെ മലയാളത്തിലെ എഴുത്തൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു മലയാളി സാറ് പുറത്തോട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സാറിനെ കണ്ട വഴി ചോദിച്ചിട്ട് കേരളക്കാരനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു.
എൻ്റെ ഒരു നിപ്പ് ഭാഗം കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റി, എന്തെങ്കിലും വയ്യായികയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഒട്ടും വയ്യ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു കുഴപ്പമില്ല വാ കയറി വരാൻ പറഞ്ഞ് എന്നെ അവിടെ 2 മിലിറ്ററിയിലെ സാറുമാരും കൂടി എൻ്റെ 2 തോളത്ത് കൈ പിടിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ തന്നെ വണ്ടി വേറൊരാൾ വന്നിട്ട് എടുത്ത് അകത്തോട്ട് കയറ്റി വെച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ അവരുടെ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൽ കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നമാണ്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തളർച്ചയാണ്, ഛർദ്ദിക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ വിഷയമാണ്, വേറെ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കൂടിയതിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അവിടുത്തെ കുറച്ച് സാർമാരുണ്ട്, എനിക്ക് പേര് ആരെയും പറയാനും പറ്റത്തില്ല, വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്യാനും പറ്റില്ല, കാരണം ഒഫീഷ്യലായിട്ട് ഒരു നമ്മൾ ആർമി ക്യാമ്പിൽ നമ്മൾ അങ്ങനെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ കയറിയാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് സാർ എനിക്ക് അവിടുത്തെ സാറുമാരുടെ ആലപ്പുഴയിലൊരു സാറുണ്ട്, സാർ എനിക്ക് ഓക്സിജൻ വെച്ച് തന്നു, പിന്നെ അതുപോലെ തന്നെ കരിക്ക് കൊണ്ട് തന്നു, പിന്നെ കഞ്ഞി വേണമെന്ന് ചോദിച്ചു, കഞ്ഞിയൊന്നും വേണമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 2-2.5-3 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു മീൻസ് ഞാൻ ഉറങ്ങി, അത് നന്നായിട്ട് ഉറങ്ങി ഓക്സിജൻ വെച്ചുകൊണ്ട് തന്നെ ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങിയിട്ട് നേരത്തെ കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർ കരിക്കുമ്പോൾ എനിക്ക് കൊണ്ട് തന്നു, കുറച്ച് കഞ്ഞി കൊണ്ട് തന്നു. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി നിങ്ങൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ തണുപ്പ് കൂടും, അപ്പം നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പ്രശ്നം കൂടി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് ഇറങ്ങി, ഹൈ ആൾട്ടിറ്റ്യൂഡും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇച്ചോടെ ബെറ്റർ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനും തീരുമാനിച്ചു. പിന്നെ നമുക്ക് വേറെ ആരും ഇല്ല കൂടെ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. ഒത്തിരി സാറന്മാരുടെ ഒത്തിരി നന്ദി, ഒരു രക്ഷ, എൻ്റെ ഒരു എന്താ പറയുക ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ പോലെ അവരൊന്ന് രക്ഷിച്ചുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആരുമില്ല, കാരണം എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം കയറിപ്പോയി. ഞാൻ പറഞ്ഞു അവരോട് പൊക്കോളം പറഞ്ഞു, കാരണം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ വന്നവരും അല്ല, ജസ്റ്റ് ഇന്നലെ രാത്രിയിൽ നമ്മൾ അവരെ കണ്ടു പരിചയപ്പെട്ടു, അവിടെ നിന്നു എന്നല്ലാതെ അതിലുപരിയായിട്ട് നമ്മൾ അവരുടെ റൈഡ് നശിപ്പിക്കാൻ, നമ്മൾ കാരണം റൈഡ് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരോട് പൊക്കോളം പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ നെറ്റ്വർക്ക് ഒന്നുമില്ല അവിടെ. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമർ സാറിൻ്റെ വൈഫൈ എടുത്തിട്ട് ഞാൻ അവന് മെസ്സേജ്, ഞാൻ ഇതുപോലെ ഒരു ആർമി ക്യാമ്പിലുണ്ട്, ഞാൻ വൈകിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുമെന്ന് പറഞ്ഞ് മെസ്സേജ് അവർക്ക് അയച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നിട്ടും എൻ്റെ കയ്യിൽ അരി ഉണ്ടായിരുന്നു, ഞാൻ അവരെ അരി കൊടുത്തിട്ട് കഞ്ഞി വെച്ചിട്ട് തരാൻ പറഞ്ഞു. ആ അരി പോലും എനിക്ക് കഞ്ഞി പോലും കുടിക്കാൻ പറ്റില്ല, വീണ്ടും വൊമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ തന്നു, പിന്നെ സാറിന് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നു. അപ്പോൾ ഇതെങ്കിലും കഴിക്കാൻ പറഞ്ഞ് ഞാൻ ചോക്ലേറ്റ് കഴിച്ചു, ടാബ്ലറ്റും കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു ഏകദേശം 12 മണിയോടുകൂടി ഞാൻ എഴുന്നേറ്റ് അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങി സിലിഗുരി, നമ്മുടെ ഡാർജിലിംഗ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഞാൻ വണ്ടി ഓടിക്കണം, എനിക്ക് ഭയങ്കരമായിട്ട് ലൂസ് മോഷനും ഈ പറഞ്ഞ പോലെ വൊമിറ്റിംഗ് ആയിരുന്നു പ്രോബ്ലം. അങ്ങനെ പ്രോബ്ലം എല്ലാം ഒന്ന് സോൾവ് ആയി എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശമൊക്കെ സോൾവ് ആയി കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആൾട്ടിറ്റ്യൂഡ് മാറിയപ്പോൾ തന്നെ എൻ്റെ പകുതി പ്രശ്നങ്ങൾ പോയി. പിന്നെ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മൊത്തത്തിലൊരു ടയേർഡ്നെസ് ആയിരുന്നു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒരു കംഫർട്ടല്ല. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി റൈഡ് കൂടെ ചെന്ന് നിർത്താം, കാരണം ഇനി അങ്ങ് ഓടിച്ച് നമ്മൾ കംഫർട്ടല്ലാത്ത രീതിയിൽ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈഡ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ തന്നെ വേറെ നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്, അവർ ഇങ്ങനെ ബൈക്ക് തിരിച്ച് പാഴ്സൽ ചെയ്യുന്ന ആയിരുന്നു അവരുദ്ദേശിച്ചത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ അവരോട് നമ്പർ ചോദിച്ച് വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞു സിലിഗുരിയിലാണ് അവരുടെ ഓഫീസുള്ളത്, അപ്പോൾ അങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഡാർജിലിംഗിൽ നിന്ന് ഇറങ്ങി നേരെ സിലിഗുരിക്ക് പോയി, അവിടെ ഒരു വിധത്തിൽ വണ്ടി ഓടിച്ചെത്തിച്ചു. നേരത്തേനും എൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ മാറിയപ്പോഴത്തേനും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി. അങ്ങനെ അവിടെ നേരെ ഇവിടെ വന്ന് അപ്പോൾ വണ്ടി സബ്മിറ്റ് ചെയ്ത ശേഷമുള്ള കാഴ്ചകളാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് നമ്മളിതേ പോകാൻ വേണ്ടി നിൽക്കുന്നു. നമ്മളൊരു സ്ഥലത്താണുള്ളത്. അതെ ഇവിടെ നമ്മുടെ വണ്ടി ഒരു ഉണ്ട്, സേഫ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഇതിലുള്ള ഒരു പാക്കിംഗ് എന്താ പറയുക പാഴ്സൽ കൊറിയർ സർവീസാണ്. അവർ 5427 5277 അങ്ങനെ ഉണ്ടെന്ന്. ബൈക്കിന് മാത്രം പാഴ്സൽസാണ്. പിന്നെ ഭാഗത്ത് നമ്മളെല്ലാം ലഗേജ് ചെയ്താൽ തന്നെ നിൽക്കുന്നുണ്ട്, അധികം എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. പിന്നെ പാക്കിങ്ങിന് വേറെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 5 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തും. നമ്മൾ ബോഡി അത്ര ഇതല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വണ്ടി വിടാൻ പാഴ്സൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ സാധാരണ ഗതിക്ക് ഞാൻ വണ്ടി ഓടിച്ചു തന്നെ വരുള്ളൂ.
നമ്മളിപ്പോൾ സിലിഗുരിയിലാണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് നാളത്തേക്ക് എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ പോകുന്നതിന് ഫ്ലൈറ്റ് പോകുന്നതിന് 8:30 2.5 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂർ സ്റ്റേ ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ പോവാണ്. നമ്മുടെ വണ്ടി കൊടുത്തുവിടുവാണ്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ബൈ.